വലിയ നോയമ്പിന്റെ 42-ാം ദിവസം ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യം. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ള പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. നന്മ ചെയ്യുക എന്നത് ഒരുപാട് ആത്മസമർപ്പണം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സമയം, അറിവ്, കഴിവ് എല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചില നന്മ പ്രവർത്തികൾ ചെയ്യുന്നത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായിരിക്കാം, എങ്കിലും അതിൽ നിന്ന് പുറകോട്ട് പോകരുത്. ദൈവസന്നിധിയിൽ അവ അംഗീകരിക്കപ്പെടും. ദൈവം നമ്മുടെ പ്രവർത്തികളെ വിലയിരുത്തുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന് ഇഷ്ടമുള്ളതായി മാറുന്നത്. നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതും പാപമാണെന്ന കാര്യം നമുക്ക് പ്രത്യേകം ഓർക്കാം. നന്മയായത് എന്താണെന്നറിഞ്ഞിട്ടും അവ ചെയ്യാതെ പോയ അവസരങ്ങളെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഈശോയെ വേദനിപ്പിച്ചതിൽ നമുക്ക് അനുതപിച്ച് ക്ഷമ ചോദിക്കാം. എന്റെ ഇഷ്ടത്തോട് ചേരുന്നവ അല്ലെങ്കിലും മാതാപിതാക്കൾ പറയുന്ന 3 കാര്യങ്ങൾ ഇന്ന് ചെയ്യാം. ദൈവമേ, എന്നെ നിരന്തരം നന്മയിൽ വളർത്തണമേ എന്ന് ആവർത്തിച്ച് ചൊല്ലാം.